ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു ചാനൽ സർപ്രൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് വൺ സ്ക്രാപ്പ് ബുക്കാണ്. ഇപ്പോൾ കുറച്ച് ഒരേ മെഷർമെൻ്റ് അല്ല, കുറച്ച് A4 ഷീറ്റ് എടുക്കുക. എൻ്റെ കയ്യിലുള്ള പല മെഷർമെൻറ്റാണ് ഓൾറെഡി ആദ്യം കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരച്ചു കൊടുക്കാം. അത് നമുക്ക് ഗ്രിഡ് ലൈൻ ആയിട്ട് വരയ്ക്കാം, അതുപോലെ തന്നെ ഡോട്ട്സോ ഡിസൈൻസോ എന്തെങ്കിലും നമുക്ക് ഇഷ്ട രീതിക്ക് വരയ്ക്കാം കേട്ടോ. അത് നമ്മളെ പ്രിഫറൻസാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പേസ്റ്റൽ കളറാണ് എടുക്കുന്നത്. നമ്മൾ ഈ അടുത്ത് മേടിച്ച ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെന്നാണ്. അപ്പോൾ ഒരു ഗ്രീൻ കളറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ ഈ ഒച്ചയും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒച്ചയും ശ്രദ്ധിക്കണം. നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ ഒരു ഇതെല്ലാ സ്ഥലത്തും മഴയാണല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലാരിറ്റി കുഴപ്പമൊക്കെ ഉണ്ടാകും വോയിസിന്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം വേണ്ടിയാണ് സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഗ്രിഡ് ലൈൻ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലത്തെ ഗ്രിഡ് ലൈൻസ് പല കളേഴ്സിലാക്കി വെക്കാം, പല പല ഡിസൈൻസ് ആക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടത് ഒരു അട്ടിക്കട്ടി വെച്ചിട്ട് ബുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിലുള്ള ഗ്രിഡ് ലൈൻസ്. അപ്പോൾ ഇതിൽ പാറ്റേൺസ് ഉണ്ട്, ഗ്രിഡ് ലൈൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആണ് സ്റ്റിക്കേഴ്സ്. നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി കുറേ ടൈം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അല്ലേ. ഇതൊരു ജേണൽ തീമിനെ പറ്റിയ വിൻറ്റേജും അല്ല എന്നാൽ ക്യൂട്ടും അല്ല, അങ്ങനത്തെ രീതിയിൽ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്തും ചെയ്യാം. നമ്മളിപ്പോൾ എളുപ്പത്തിന് പേസ്റ്റൽ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് റൗണ്ടോ പല ഷേപ്പിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈൻ കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ലീവ്സോ ഒക്കെ ഒരു സ്റ്റെൻസിൽ ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഡാർക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ ആ പെന്നിൽ നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിക്കറിന് മെയിൻ ഒരു അട്രാക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റിക്കേഴ്സ് എളുപ്പമാണ്. നമുക്ക് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പല ഷേപ്പിലാക്കി നമുക്ക് ബോഹോ ആർട്ടൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാം. അത് കുറച്ച് ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബർ കുറേ ആയിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് മെയ്ഡ് ജേണൽ സപ്ലൈസിന് ലോങ് വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യണം വിചാരിക്കും. അപ്പോൾ ഈ അടുത്ത് ചെയ്യാൻ വിചാരിച്ചപ്പോൾ കറണ്ട് ഇല്ലാത്തതിൻ്റെ ഇഷ്യൂ ആണ്. ഇന്നും കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി വന്ന് കളിക്കണല്ലോ, അപ്പോൾ അതിലിങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സ് അങ്ങനെ വൃത്തിക്ക് അടുക്കി പെറുക്കി വെക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് കൈ കിട്ടിയ കുറച്ച് കളേഴ്സ് ഞാൻ ചെയ്തതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് കളേഴ്സ് യൂസ് ചെയ്യാം, ഏത് ഡിസൈൻസ് യൂസ് ചെയ്യാം. പിൻട്രസ്റ്റിലൊക്കെ കുറേ ഡിസൈൻസ് ഉണ്ടാവും, ഒക്കെ നിങ്ങളുടെ പ്രിഫറൻസാണ്. അപ്പോൾ നെക്സ്റ്റ് വാഷി ടേപ്പാണ്. വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഈ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. കുറച്ച് പേപ്പർ സ്ട്രിപ്സ് എടുക്കുക, സെയിം വിഡ്ത്ത് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. നമ്മളിത് കൂട്ടി ഒട്ടിക്കുമ്പോൾ ഒരു വ്യത്യാസം വരാതെക്കാനാണ്. അപ്പോൾ കുറച്ച് സ്ട്രിപ്സ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കുക. ഇതിന് എളുപ്പത്തിന് വരച്ച ഡിസൈനാട്ടോ. നമുക്കിത് സ്റ്റാർസോ മൂണോ എന്ത് വേണമെങ്കിലും വരച്ച് ഒരേ പാറ്റേണിലൊക്കെ വരച്ച് പോവാം. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു തീമലല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വിൻറ്റേജ് തീമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മളിതിന് അധികം ഒരു ബ്രൗൺ, അതേപോലെ കോഫി ബ്രൗൺ ഒക്കെ കളേഴ്സ് ആട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും നമ്മൾ വാഷി ടേപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബേസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക, റോൾ ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റത്ത് നമ്മൾ വാഷി ടേപ്പ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ റോൾ ചെയ്തെടുത്തിട്ട് വാഷി ടേപ്പിൻ്റെ അറ്റത്ത് നമുക്ക് സെല്ലോ ടാപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഉള്ളത് പോസ്റ്റേജ് സ്റ്റാൻഡ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു A4 എടുക്കുക, അതിൽ കാണുന്നത് തന്നെ മടക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് 6 മോഡൽ കട്ട് ചെയ്യാം. ഇത് ഓൾറെഡി കത്രികയിൽ അങ്ങനത്തെ ഒരു മോഡൽ ഉള്ളതുകൊണ്ട് നേരത്തെ കട്ട് ചെയ്ത ആ ഡിസൈൻ ആവും. എന്നിട്ട് ഓരോ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതേപോലെ മടക്കുക. എന്നിട്ട് ആ കോർണേഴ്സിലും നമ്മൾ മടക്കയിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 സൈഡും കട്ടിങ് ഡിസൈൻ ഉള്ളൊരു കുറച്ച് പേപ്പേഴ്സ് കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കാം, കോഡ്സ് എഴുതാം. അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലൊരു മഷ്റൂം ആട്ടോ വരച്ചെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റാമ്പ്സ് റെഡി ആയിട്ടുണ്ട്, പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. അപ്പോൾ സപ്ലൈസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി സപ്ലൈസ് ഇല്ല എന്ന് വിചാരിച്ചാലും ജേണൽ ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട സപ്ലൈസ് നിങ്ങൾ കയ്യിലുള്ള പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ചെയ്യുക, എന്നിട്ട് ചാനലും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.